ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠം 7 കല്ലായി കാറ്റായി. അമലും കൂട്ടുകാരും സ്കൂളിലെ പൂന്തോട്ടം നനയ്ക്കുകയാണ്. ബക്കറ്റിൽ നിറച്ചുവെച്ച വെള്ളത്തിലേക്ക് അമൽ വലിയ കപ്പ് താഴ്ത്തി. അപ്പോൾ വെള്ളം കവിഞ്ഞൊഴുകി. എന്താണിത്? ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുതെന്നറിയില്ലേ? ശ്രേയ ചോദിച്ചു. ഞാൻ കളഞ്ഞതല്ല, കപ്പ് താഴ്ത്തിയപ്പോൾ വെള്ളം കവിഞ്ഞൊഴുകിയതാ, അമൽ പറഞ്ഞു. അത് ശരി, എന്താണിങ്ങനെ വെള്ളം കവിഞ്ഞൊഴുകാൻ കാരണം? അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ശ്രേയ പറഞ്ഞു. അമലും സുബിനും ശ്രേയയും ആ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. അവിടെ വെള്ളം നിറച്ചുവെച്ച ബക്കറ്റിനടുത്തു തന്നെ ഇഷ്ടിക, കല്ല്, മരക്കട്ട, ഇരുമ്പ് കഷണം എന്നിവ കരുതിയിട്ടുണ്ട്. അപ്പോഴാണ് ലിന അവിടേക്ക് കടന്നു വന്നത്. അവൾ കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഇട്ടു നോക്കുകയാണ്. നിറയെ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഏത് വസ്തു ഇടുമ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു, സുബിൻ പറഞ്ഞു. ഇവിടെ വെച്ചിരിക്കുന്നവയിൽ ഏത് വസ്തു ബക്കറ്റിലിടുമ്പോഴാണ് കൂടുതൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത്? ലിനയ്ക്ക് പറയാമോ? അമൽ ചോദിച്ചു. കൂട്ടുകാർക്ക് ഊഹിക്കാമോ? ഇഷ്ടിക, കല്ല്, മരക്കട്ട, ഇരുമ്പ് കഷണം എന്നീ സാധനങ്ങളാണ് അവരുടെ അടുത്തുള്ളത്. അതിൽ ഏത് വസ്തു ബക്കറ്റിലേക്ക് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നത്? ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒരു ചെറിയ കല്ലിടുമ്പോഴാണോ അതോ ഭാരം കൂടുതലുള്ള ഒരു വലിയ കല്ലിടുമ്പോഴാണോ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നത്? കൂട്ടുകാർ ചെയ്തു നോക്കില്ലേ? ചെയ്തു നോക്കണം. ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. കൂടുതൽ വലുപ്പമുള്ള വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ആകൃതി ഉള്ളവയും ഇല്ലാത്തവയും. ഒരു കപ്പിൽ വെള്ളമെടുക്കുക. ഇപ്പോൾ വെള്ളത്തിന്റെ ആകൃതി എന്താണ്? കപ്പിൽ വെള്ളമെടുക്കുമ്പോൾ വെള്ളത്തിന്റെ ആകൃതി കപ്പിന്റെ ആകൃതിയാണല്ലേ? ഈ വെള്ളം പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ ഒഴിച്ചു നോക്കുമ്പോഴോ ഒരു കുപ്പിയിൽ ഒഴിക്കുമ്പോഴോ വെള്ളത്തിന്റെ ആകൃതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതിന് കാരണം എന്തായിരിക്കാം? വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. കുപ്പിയിൽ ഒഴിക്കുമ്പോൾ വെള്ളത്തിന്റെ ആകൃതിയും ഒരു പരന്ന പാത്രത്തിൽ ഒഴിക്കുമ്പോൾ വെള്ളത്തിന്റെ ആകൃതിയും വ്യത്യാസമല്ലേ? കാരണം എന്താണ്? വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല. അതേത് പാത്രത്തിലാണോ ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. കുപ്പിയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ വെള്ളമൊഴിക്കാൻ സാധിക്കും. എന്നാൽ കല്ലോ? കുപ്പിയുടെ വായ്വട്ടത്തേക്കാൾ വലിയ കല്ല് കുപ്പിയിലേക്ക് ഇടാൻ കഴിയുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഇനി കല്ല് വിവിധ ആകൃതിയിലുള്ള പാത്രത്തിൽ വെക്കുകയാണെന്നിരിക്കട്ടെ, കല്ലിന്റെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുമോ? ഇല്ല. എന്താണ് കാരണം? കല്ലിന് നിശ്ചിത ആകൃതിയും വലുപ്പവുമുണ്ട്. കുപ്പിയുടെ വായവട്ടത്തേക്കാൾ വലിയ കല്ല് കുപ്പിക്കുള്ളിൽ ഇടാൻ സാധിക്കില്ല. കല്ല് ഏത് പാത്രത്തിൽ വെച്ചാലും കല്ലിന്റെ ആകൃതിക്ക് മാറ്റവും സംഭവിക്കില്ല. കല്ലിന് ആകൃതിയും വലിപ്പവുമുണ്ട്.
ഭാരമളക്കാം. നിങ്ങളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം തൂക്കി നോക്കുക. കൂട്ടുകാർ വെള്ളം കൊണ്ടുവരുന്ന കുപ്പിയുടെ ഭാരം അതിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുൻപും നിറച്ചതിനു ശേഷവും തൂക്കി നോക്കുക. കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതിന് മുൻപ് കുപ്പിക്ക് ഭാരം കുറവായിരിക്കും. വെള്ളം നിറച്ചതിന് ശേഷമോ ഭാരം കൂടുതലായിരിക്കും. എന്താണ് കാരണം? കുപ്പിക്ക് ഒരു ഭാരമുണ്ട്, വെള്ളത്തിനും ഭാരമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്. ശക്തിമാൻ. കൂട്ടുകാർ ചിത്രം കണ്ടില്ലേ? ഒരു ജലചക്രമാണ് ചിത്രത്തിലുള്ളത്. ജലചക്രം തുറന്നു വച്ച പൈപ്പിന്റെ ചുവട്ടിൽ പിടിക്കുന്നു. എന്തു സംഭവിക്കും? ജലചക്രം തിരിയും. കാരണം എന്താണ്? ഒഴുകുന്ന ജലത്തിനും ശക്തിയുണ്ട്. ജലശക്തി ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നു. ജലവൈദ്യുതി. അണക്കെട്ടുകളിൽ സംഭരിച്ച ജലത്തിന്റെ ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അണക്കെട്ടുകളിൽ ജലം തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ആ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ജലം ഉയർന്ന സ്ഥലത്തു നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ജലത്തിന്റെ ശക്തി കൊണ്ട് ഒരു ചക്രം തിരിക്കുകയും ആ ചക്രത്തിൽ ജനറേറ്റർ ഘടിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ജലം മാത്രമാണോ ഒഴുകുന്നത്? ജലത്തെ പോലെ ഒഴുകുന്നത് ആരൊക്കെയാണ്? അവയ്ക്ക് നിറം കൊടുക്കൂ. നോക്കൂ, പേന, ഡീസൽ, അരി, പാൽ, പെട്രോൾ, മണ്ണെണ്ണ, കല്ല്, പുക, വെളിച്ചെണ്ണ. ഇവയിൽ ഏതൊക്കെയാണ് ജലത്തെ പോലെ ഒഴുകുന്നത്? ആരൊക്കെയാണ് ജലത്തിന്റെ കൂട്ടുകാർ? ഡീസൽ, പാൽ, പെട്രോൾ, മണ്ണെണ്ണ, വെളിച്ചെണ്ണ. ജലവും ജലത്തിന്റെ കൂട്ടുകാരും ദ്രാവകങ്ങളാണ്. എന്താണ് ദ്രാവകങ്ങളുടെ പ്രത്യേകത? നിശ്ചിത ആകൃതിയില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. മാറുന്ന അവസ്ഥ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കുക. അപ്പോൾ അതിൽ നിന്ന് നീരാവി ഉയരുന്നത് കാണാം. ഒരു പരന്ന പാത്രത്തിൽ വെള്ളമൊഴിച്ച് നീരാവിക്ക് മുകളിൽ പിടിക്കുക. പാത്രത്തിന്റെ അടിവശത്ത് എന്തു കാണാൻ സാധിക്കും? വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും. എന്താണിതിനു കാരണം? ചൂടാക്കുമ്പോൾ വെള്ളം ചൂടായി അതിൽ നിന്ന് നീരാവി പൊങ്ങി വരുന്നു. നീരാവിക്ക് മുകളിൽ ഒരു പാത്രം പിടിക്കുമ്പോൾ പാത്രത്തിൽ തട്ടി നീരാവി തണുത്ത് ജലമായി മാറുന്നു. ജലം ചൂടാവുമ്പോൾ നീരാവി ഉണ്ടാകുന്നു. നീരാവി തണുത്താലോ ജലമാകുന്നു. ജലത്തെ വീണ്ടും തണുപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുന്നത്? ജലത്തെ വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസായി മാറുന്നു. ഐസിന് ചൂടേൽക്കുമ്പോഴോ ഐസ് ഉരുകി വീണ്ടും വെള്ളമായി മാറുന്നു. വെള്ളം ചൂടാക്കുമ്പോൾ വീണ്ടും നീരാവിയാകുന്നു. നീരാവി തണുത്താൽ വെള്ളമാവും. വെള്ളം വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസാവുന്നു. ഐസ് ചൂട് തട്ടുമ്പോൾ ഉരുകി വീണ്ടും വെള്ളമാകുന്നു. മഴയുണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രകൃതിയിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ വെള്ളം ചൂട് പിടിക്കുന്നു. ചൂടാവുമ്പോഴോ വെള്ളം ചൂടാവുമ്പോൾ എന്താണ് ഉണ്ടാവുക? നീരാവി ഉണ്ടാകുന്നു. നീരാവി തണുത്താലോ നീരാവി തണുത്ത് മേഘങ്ങളാകുന്നു. മേഘങ്ങൾ വീണ്ടും തണുക്കുമ്പോൾ മഴയായി പെയ്യുന്നു. വായുവിലും ജലം. ഒരു ഗ്ലാസ് എടുക്കുക. അതിലേതാനും ഐസ് കഷ്ണങ്ങൾ ഇടുക. കുറച്ചു കഴിയുമ്പോഴേക്കും ഗ്ലാസിന്റെ പുറംഭാഗത്ത് നോക്കുമ്പോൾ എന്ത് കാണാം? വെള്ളത്തുള്ളികൾ കാണാം. എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ വന്നത്? ഗ്ലാസിന് പുറത്ത് വായു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തുള്ളികൾ എങ്ങനെയായിരിക്കും ഉണ്ടായത്? വായുവിലെ ജലബാഷ്പം തണുത്താണ് ജലമാവുന്നത്. കല്ലിന്റെ കൂട്ടുകാർ. കല്ലിന്
ആകൃതിയും വലിപ്പവും ഭാരവുമുണ്ടെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രമേ ദ്രാവകം എടുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കല്ല്, മരക്കഷ്ണം മുതലായവ എടുക്കുന്നതിനോ പാത്രത്തിന്റെ ആവശ്യമില്ല. എന്താണ് ജലവും കല്ലും തമ്മിലുള്ള വ്യത്യാസം? കല്ല്, മരക്കഷ്ണം പോലുള്ളവ ഖരവസ്തുക്കളാണ്. ഏതൊക്കെയാണ് ഖരവസ്തുക്കൾ? ഖരവസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? നിശ്ചിത ആകൃതി ഉണ്ടാകും, ഭാരവും ഉണ്ടാകും. കല്ല്, മരക്കഷ്ണം, ഇഷ്ടിക. മറ്റു ഖരവസ്തുക്കൾ ഏതൊക്കെയാണ്? കൂട്ടുകാർ എഴുതി നോക്കൂ. ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഖരവസ്തുക്കൾക്കുള്ളത്? അവ തമ്മിൽ എന്തൊക്കെ സാമ്യങ്ങളുണ്ട്? സാമ്യ വ്യത്യാസങ്ങൾ എഴുതുക. ഖരവസ്തുക്കൾ ഒഴുകുന്നില്ല. ദ്രാവകങ്ങളോ ഒഴുകുന്നു. ഖരവസ്തുക്കൾക്ക് ആകൃതിയുണ്ട്. ദ്രാവകങ്ങൾക്കോ നിശ്ചിത ആകൃതിയില്ല. ഖരവസ്തുക്കൾക്ക് ഭാരമുണ്ട്. ദ്രാവകങ്ങൾക്കും ഭാരമുണ്ട്. പിന്നെയോ ഖരവസ്തുക്കൾക്കും ദ്രാവകങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന്റെ വിശേഷങ്ങൾ. സുബിൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അവൻ നിർമ്മിച്ച ബലൂൺ ബോട്ട് കൂട്ടുകാരെ കാണിക്കാൻ കാത്തിരിക്കുകയാണ്. വെള്ളത്തിലോടുന്ന ബലൂൺ ബോട്ട്. ഹായ്! കൂട്ടുകാർക്ക് കൗതുകമായി. സുബിൻ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? അമൽ ചോദിച്ചു. സോപ്പ് പെട്ടിയുടെ അടപ്പിന്റെ ഒരു വശത്ത് താഴെ ഒരു ദ്വാരമിടുക. സ്ട്രോയുടെ അറ്റത്ത് ബലൂൺ കെട്ടിവെക്കുക. സ്ട്രോയുടെ മറ്റേ അറ്റം സോപ്പ് പെട്ടിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടത്തുക. ചിത്രത്തിൽ കാണുന്നില്ലേ? ചിത്രത്തിലേതുപോലെ സ്ട്രോയിലൂടെ ഊതി ബലൂൺ വീർപ്പിക്കുക. വായു പുറത്തേക്ക് പോകാത്ത തരത്തിൽ വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിക്കുക. ഒരു വലിയ പരന്ന പാത്രത്തിലെ വെള്ളത്തിൽ സ്ട്രോയുടെ അറ്റം മുങ്ങിയിരിക്കുന്ന വിധത്തിൽ ബലൂൺ ബോട്ട് വെച്ച് പതുക്കെ കൈവിടുക. ബലൂൺ ബോട്ട് മുന്നോട്ട് കുതിക്കുന്നത് കാണാം. കൂട്ടുകാർ ചെയ്തു നോക്കില്ലേ? ചെയ്തു നോക്കുക. ബലൂൺ ബോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് സുബിൻ പറഞ്ഞപ്പോൾ ലിന പറഞ്ഞു, ഞാൻ മറ്റൊരു സൂത്രം കാണിക്കാം. ഇതാണ് ബലൂൺ റോക്കറ്റ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയണ്ടേ? ഒരു സ്ട്രോ കഷ്ണത്തിലൂടെ നീളമുള്ള നൂൽ കടത്തുക. ചിത്രത്തിൽ കാണുന്നത് പോലെ നൂലിന്റെ രണ്ടറ്റവും വലിച്ചു കെട്ടുക. വലിയ ഒരു ബലൂൺ വീർപ്പിച്ച് അതിന്റെ മധ്യഭാഗം സെല്ലോ ടേപ്പ് കൊണ്ട് സ്ട്രോയിൽ ഒട്ടിക്കുക. ബലൂൺ നൂലിന്റെ താഴ്ന്നിരിക്കുന്ന അറ്റത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൈവിടുക. കൈവിടുമ്പോഴോ ബലൂണിലുള്ള വായു പുറത്തേക്ക് പോകും. ബലൂണിലുള്ള വായു പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ ഏത് ഭാഗത്തേക്കാണ് പോവുക? വായു പോയതിന്റെ എതിർഭാഗത്തേക്ക് ബലൂൺ പാഞ്ഞു പോകും. കൂട്ടുകാരെ, നിങ്ങളും ബലൂൺ ബോട്ടും റോക്കറ്റും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കുക. പല ആകൃതി. പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ബലൂൺ പാവകൾ ഊതി വീർപ്പിച്ച് നോക്കുക. പിന്നീട് വായു തുറന്നു വിടുക. എന്താണ് സംഭവിക്കുക? ചിത്രത്തിലേക്ക് നോക്കൂ. ആ കുട്ടികളുടെ കയ്യിൽ വ്യത്യസ്ത ആകൃതിയിലുള്ള ബലൂണുകളാണ് ഇരിക്കുന്നത്. ബലൂണുകളിൽ വായു നിറച്ചിരിക്കുന്നു. വായു നിറച്ചപ്പോൾ ബലൂണിന്റെ ആകൃതി ഏതാണോ ആ ആകൃതിയിലേക്ക് ബലൂൺ വലുതായി വന്നു. പെട്ടെന്ന് വായു തുറന്നു വിടുമ്പോഴോ ബലൂൺ ചുരുങ്ങി ചെറുതായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പല ആകൃതിയിലുള്ള ബലൂണുകളിൽ വായു നിറച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടത്? ചിത്രത്തിൽ നോക്കൂ. ഏത് ആകൃതിയാണോ ബലൂണിനുള്ളത് ആ ആകൃതിയിലല്ലേ അത് വലുതായി വന്നത്?
അതെ, വായുവിന് നിശ്ചിത ആകൃതിയുണ്ടോ? ഇല്ല. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് നിശ്ചിത ആകൃതി ഇല്ല. ഒളിച്ചിരിക്കുന്നതാര്? 2 ഗ്ലാസുകൾ എടുക്കുക. ഓരോന്നിന്റെയും ഉള്ളിൽ പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെക്കുക. രണ്ടാമത്തെ ഗ്ലാസിനകത്ത് വളയുന്ന ഒരു സ്ട്രോ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കുക. നോക്കൂ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. 2 ഗ്ലാസുകളും ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി നോക്കുക. ചിത്രത്തിൽ നോക്കൂ, രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്നും പുറത്തു പോകുന്നത് എന്താണ്? വായുവാണ്. ഇനി 2 ഗ്ലാസിനകത്തെയും കടലാസ് പരിശോധിക്കുമ്പോഴോ? ലിനയുടെ പരീക്ഷണക്കുറിപ്പ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നനഞ്ഞും നനയാതെയും. ലക്ഷ്യം: വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന്. സാമഗ്രികൾ: വെള്ളം നിറച്ച ബക്കറ്റ്, 2 ഗ്ലാസ്, വളയുന്ന സ്ട്രോ, കടലാസ്, സെല്ലോ ടേപ്പ്. പ്രവർത്തനക്രമം: 1/4 ഭാഗം വെള്ളമുള്ള ബക്കറ്റ് എടുക്കുക. 2 ഗ്ലാസുകളിൽ ഓരോന്നിന്റെയും പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വളയുന്ന സ്ട്രോയുടെ നീളം കുറഞ്ഞ ഭാഗം അകത്തു വരത്തക്ക വിധം സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു. 2 ഗ്ലാസുകളും കുത്തനെ കമിഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി. നിരീക്ഷണ ഫലം: ഗ്ലാസുകൾ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ഗ്ലാസ് കൂടുതൽ ശക്തിയായി അമർത്തേണ്ടി വന്നു. ഗ്ലാസിനകത്ത് കുറച്ചു വെള്ളം മാത്രമേ കയറിയുള്ളൂ. രണ്ടാമത്തെ ഗ്ലാസിന്റെ സ്ട്രോയിൽ കൂടി വായു കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ ഗ്ലാസിനകത്തേക്ക് കൂടുതൽ വെള്ളം കയറി. ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്ന് കടലാസ് പുറത്തെടുത്തപ്പോൾ നനഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസ് നനഞ്ഞിരുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഈ പരീക്ഷണത്തിൽ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നിന്ന് വായു കുമിളകൾ പുറത്തേക്ക് പോയതുകൊണ്ടാണ് ഗ്ലാസ്സിലേക്ക് വെള്ളം കയറി കടലാസ് നനഞ്ഞത്. ഒന്നാമത്തെ ഗ്ലാസ്സിലോ കടലാസ് നനഞ്ഞില്ല. മണമെത്തുമ്പോൾ: മുല്ലപ്പൂ വിരിഞ്ഞതും സെന്റുകുപ്പി തുറന്നതുമെല്ലാം നമ്മൾ അകലെ നിന്നു തന്നെ അറിയാറുണ്ട്. അതെങ്ങനെയാണ്? എങ്ങനെയാണെന്നറിയാനായി ഒരു ചെറിയ പരീക്ഷണം ചെയ്യാം. ചന്ദനത്തിരിയുടെ പുക ഒരു ഗ്ലാസ്സിലേക്ക് ശേഖരിച്ച് കാർഡ്ബോർഡ് കൊണ്ട് അടച്ചു വെക്കുക. കാർഡ്ബോർഡ് ഉയർത്തുമ്പോൾ പുക മുകളിലേക്ക് വരുന്നത് കാണാം. ചന്ദനത്തിരിയുടെ സുഗന്ധം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ചന്ദനത്തിരിയുടെ മണം കലർന്ന വായു വ്യാപിക്കുന്നത് കൊണ്ടാണ് മണം നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ വായുവിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? വ്യാപിക്കുന്നു. വായുവിന്റെ വ്യാപന സ്വഭാവം കൊണ്ടാണ് നാം മണമറിയുന്നത്. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന് ആകൃതിയില്ല. വായുവിന് വ്യാപന സ്വഭാവവുമുണ്ട്. എനിക്കും ഭാരമുണ്ടേ. തന്നിട്ടുള്ള പരീക്ഷണം കൂട്ടുകാർ ചെയ്തു നോക്കേണ്ടതാണ്. നീളമുള്ള വണ്ണം കുറഞ്ഞ ഒരു വടിയുടെ അറ്റത്ത് വലിയ ബലൂണും മറ്റേ അറ്റത്ത് കടലാസ് കപ്പും നൂലിൽ കെട്ടിത്തൂക്കുക. വടിയുടെ മധ്യത്ത് ഒരു നൂൽ കെട്ടി ത്രാസ് പോലെ തൂക്കിയിടുക. കടലാസ് കപ്പിൽ പയർമണികളിട്ട് ഭാരം തുല്യമാക്കുക. പിന്നെന്താണ് ചെയ്യേണ്ടത്? ബലൂൺ ഊതി വീർപ്പിക്കുക. അപ്പോൾ ത്രാസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. ഊതി വീർപ്പിച്ച ബലൂണിന്റെ ആ ഭാഗമാണ് താഴ്ന്നു പോവുക. കടലാസ് കപ്പ് ഉയർന്നു വരും. പിന്നെന്ത് ചെയ്യണം? കൂടുതൽ പയർമണികൾ ഇടുമ്പോഴാണ് വീണ്ടും ബലൂൺ പൊങ്ങി വന്ന് ഭാരം തുല്യമാവുന്നത്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? വായുവിനും ഭാരമുണ്ട്. കാറ്റിന്റെ ശക്തി. എന്താണ് കാറ്റ്? ഒഴുകുന്ന വായുവാണ് കാറ്റ്. ശ്രേയയുടെ കയ്യിലെ കാറ്റാടി കണ്ടില്ലേ? അത് കറങ്ങുന്നത് എന്തുകൊണ്ടാവാം?
കാറ്റിന്റെ ശക്തി കൊണ്ടാണ് കാറ്റാടി കറങ്ങുന്നത്. ഒഴുകുന്ന വായുവാണ് കാറ്റ്. ചിത്രത്തിലേക്ക് നോക്കൂ. കാറ്റാടിപ്പാടം കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിനാണ്. തുടർച്ചയായി കാറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിലാണ് കാറ്റാടിപ്പാടം എന്ന സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാറ്റിന്റെ വേഗത്താൽ അതിന്റെ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. അടുത്തത് നോക്കൂ. പായ്ക്കപ്പൽ. പിന്നിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ പായ്ക്കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് പായകളുടെ സ്ഥാനം വ്യത്യാസപ്പെടുത്തി വെക്കുന്നു. അപ്പോഴാണ് കാറ്റടിക്കുമ്പോൾ പായ്ക്കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത്. വായുവും നീരാവിയുമെല്ലാം വാതകങ്ങളാണ്. എന്താണ് വാതകത്തിന്റെ പ്രത്യേകതകൾ? വാതകത്തിന് ആകൃതിയില്ല. പിന്നെയോ വാതകത്തിന് വ്യാപിക്കാൻ കഴിയും. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വാതകത്തിന് ശക്തിയുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകൾ നമ്മൾ പഠിച്ചു. അതുകൂടാതെ ദ്രവ്യത്തിന് മറ്റു ചില അവസ്ഥകളുമുണ്ട്. അതിലൊന്നാണ് പ്ലാസ്മ. തീ, ഇടിമിന്നൽ എന്നിവ പ്ലാസ്മ അവസ്ഥയിലാണ്. പട്ടിക പൂർത്തിയാക്കാം. വസ്തുക്കൾ, പൊതു സ്വഭാവങ്ങൾ. വസ്തുക്കളുടെ ഭാരം, ആകൃതി, സ്ഥിതി ചെയ്യാൻ സ്ഥലം, അവസ്ഥ. വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയ്ക്ക് ഭാരമുണ്ടോ? ഉണ്ട്. അപ്പോൾ അവിടെ ശരിയിടുക. ആകൃതിയുണ്ടോ? ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? അതെ. അവസ്ഥ ഏതാണ്? ദ്രാവകാവസ്ഥയിലാണ്. അടുത്തത് മേശ. മേശയ്ക്ക് ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയുണ്ടോ? ഉണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? വേണം. ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ഖരമാണ്. അടുത്തത് നോക്കൂ. വായു. വായുവിന് ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയുണ്ടോ? ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആവശ്യമാണ്. വായു ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. അടുത്തത് നീരാവി. ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയുണ്ടോ? ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? അതെ. ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. വായുവും നീരാവിയും വാതകാവസ്ഥയിലാണ്. അടുത്തത് പാൽ. ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയുണ്ടോ? ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? അതെ. അവസ്ഥ ഏതാണ്? ദ്രാവകാവസ്ഥയാണ്. ഐസ്. ഐസിന് ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയോ? ഉണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഏതവസ്ഥയിലാണ് ഐസ്? ഖരാവസ്ഥയിലാണ്. ജലത്തിന്റെ ഖരാവസ്ഥയാണ് ഐസ്. ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും ഭാരമുണ്ട്. ഇവയ്ക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഖരാവസ്ഥയിലുള്ള വസ്തുവിന് മാത്രമേ ആകൃതിയുള്ളൂ. ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമാണെങ്കിൽ നിശ്ചിത ആകൃതി ഇല്ല. വിലയിരുത്താം. താഴെ പറയുന്ന വസ്തുക്കളെ തരംതിരിച്ചെഴുതൂ. ജലം, പെട്രോൾ, പഞ്ചസാര, കർപ്പൂരം, ഉപ്പ്, തടിക്കഷണം, നീരാവി, പുക, ഡീസൽ, വെളിച്ചെണ്ണ. ഖരമേതാണ്, ദ്രാവകമേതാണ്, വാതകമേതാണെന്ന് തരംതിരിച്ചെഴുതുക. ഖരാവസ്ഥയിൽ ഏതൊക്കെയാണ്? പഞ്ചസാര, കർപ്പൂരം, ഉപ്പ്, തടിക്കഷണം. ദ്രാവകാവസ്ഥയിലോ? ജലം, പെട്രോൾ, ഡീസൽ, വെളിച്ചെണ്ണ. വാതകാവസ്ഥയിൽ ഏതൊക്കെയാണ്? നീരാവി, പുക. നിശ്ചിത ആകൃതിയുണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. ഭാരമുണ്ട്. ഇത് ഏതവസ്ഥയാണ്? വാതകം, ദ്രാവകം, ഖരം
ഏതവസ്ഥയാണ്? നിശ്ചിത ആകൃതി ഉണ്ടെങ്കിൽ ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. ജലത്തിന്റെ 3 അവസ്ഥകൾ സൂചിപ്പിക്കുന്ന കൂട്ടത്തെ കണ്ടെത്തൂ. എ. പാല്, മോര്, തൈര്. ബി. ചൂടുവെള്ളം, തണുത്ത വെള്ളം, കഞ്ഞിവെള്ളം. സി. വെള്ളം, ഐസ്, നീരാവി. ഡി. ഐസ്ക്രീം, ചായ, ജ്യൂസ്. ഇതിലേതാണ് ജലത്തിന്റെ 3 അവസ്ഥകളെ സൂചിപ്പിക്കുന്ന കൂട്ടം? സി ആണ്. വെള്ളം, ഐസ്, നീരാവി. വെള്ളം ദ്രാവകാവസ്ഥയാണ്, ഐസ് ഖരാവസ്ഥയാണ്, നീരാവി വാതകാവസ്ഥയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.